ചെറുപ്പകാലത്ത് തന്നെ എന്തെങ്കിലുമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നോ? അതെ, അതുകൊണ്ട് തന്നെ കുറച്ച് സ്ട്രഗിളായിരുന്നു. വാടക വീട്ടിൽ താമസിക്കുമ്പം അമ്മയ്ക്ക് അതൊരു ബേർഡൻ്റായി ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ പാല് കൊടുക്കുക, അതായത് ഈ മിൽമ പാല് വിതരണം ചെയ്യുക, പിന്നെ പത്രം, പിന്നെ അത് കഴിഞ്ഞ് കോളേജ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ ആ സമയത്ത് ഒരു ഫ്ലാറ്റ് കൾച്ചർ കണ്ണൂർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ച് റിച്ച് ഫാമിലിയാണ് അവിടെ താമസിക്കുന്നത്. അപ്പോൾ അവർക്ക് ട്യൂഷൻ എടുക്കാൻ വേണ്ടി പോവുക. അപ്പോൾ അവിടെ ട്യൂഷൻ എടുക്കുമ്പോൾ ഒരു 4 മണിക്ക് ശേഷം ഒരു 4 മുതൽ 5, 5 മുതൽ 6, 6 മുതൽ 7, അപ്പോൾ അങ്ങനെ ഓരോ വീടുകളിൽ ഞാൻ ട്യൂഷൻ എടുക്കുമ്പോൾ മാസം അവർ 300 രൂപ വെച്ച് തരും. അപ്പോൾ അതായിരുന്നു എൻ്റെ ഒരു നല്ലൊരു ഏണിങ്. അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് സ്വർണ്ണത്തിൻ്റെ ഒരു ചെയിൻ ഇടുക എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ആ പൈസ കൂട്ടി വെച്ച് ഞാൻ ആ സമയത്ത് തന്നെ ഒരു സ്വർണ്ണ ചെയിനൊക്കെ ഇടാൻ പറ്റി. ശരി, അപ്പോൾ വീട്ടിൽ അമ്മയെ സപ്പോർട്ട് ചെയ്യാനും പറ്റി. ശരി, അപ്പോൾ അങ്ങനെ അതിനുശേഷം ഹോട്ടൽ മാനേജ്മെൻ്റാണ് പഠിച്ചതെന്ന് പറഞ്ഞു. അതെ, സ്വാഭാവികമായിട്ടൊരു തൊഴിലായിരിക്കണം കണ്ടെത്തിയത്. അതെ. എവിടെ നിന്നാണ് തുടക്കം? ഞാൻ സ്റ്റാർട്ടിങ് മാസ്കോട്ട് ഹോട്ടലിൽ നമ്മുടെ കണ്ണൂർ തന്നെ ഒരു സ്റ്റാർ ഹോട്ടൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെയിറ്ററായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. വെയിറ്ററായിട്ടാണ്? അതെ, ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠനം കഴിഞ്ഞാൽ അത് തന്നെയാണ് കിട്ടുക. എല്ലാവരും വെയിറ്ററിനെ ഒരു ട്രെയിനി വെയിറ്ററാണ്. വെയിറ്റർ എന്ന് ആവുക എന്നുള്ളത് തന്നെ നമ്മുടെ ഒരു സ്വപ്നമാണ്. കാരണം വെയിറ്റർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഗസ്റ്റിനെ സെർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ടിപ്സ് കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ട്രെയിനി വെയിറ്റർ എന്ന് പറയുമ്പോൾ ഭയങ്കര കഷ്ടമാണ്. കാരണം ഹോട്ട് പ്ലേറ്റ് കൊണ്ടുവന്നിട്ട് ഇവർക്ക് കൊടുക്കുക, ഇത് ടേബിളെല്ലാം സെറ്റ് ചെയ്യുക, ഗസ്റ്റ് വന്നിരുന്ന് അതെ, അത് അങ്ങനത്തെ. എത്രയായിരുന്നു ശമ്പളം? 500 രൂപയായിരുന്നു ശമ്പളം, ആദ്യത്തെ ശമ്പളം. അതെ, 500 രൂപ. അത്രയേ ഉള്ളൂ? 500 രൂപയായിരുന്നു.